അടുത്ത വലിയിടാനുള്ള സ്ഥലത്തേക്ക് സ്രാങ്ക് ബോട്ട് ഓടിച്ചുകൊണ്ട് പോകണേണ്ട. വലിയ രീതിയിലുള്ള കാറ്റില്ല, എന്നാലും നല്ല ആയ്പുണ്ട്. ആയ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോളിംഗ് ഉണ്ട്. അതായത് ബോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചരിയണുണ്ട്. അതിനാണ് ആയ്പ് എന്ന് പറയുന്നത്. കുറച്ച് വലപ്പണിയുള്ളതെല്ലാം ശരിയാക്കി നേരെ വല കടലിലേക്ക് കെട്ടിയിട്ട. ഇനിയൊരു 2-3-4 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ വല പിടിക്കുള്ളൂ. അപ്പോൾ ബോട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്രാങ്ക് ഉണ്ടാവും, ഇടസ്രാങ്ക് ഉണ്ടാവും, ഡ്രൈവർ ഉണ്ടാവും. ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിൻ സൈഡ് നോക്കണമെങ്കിൽ എൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത്. പിന്നെ വലപ്പണിക്കാരുണ്ടാവും, ഡെക്കാൻസ് ഉണ്ടാവും. ഇത്രയും പേരുകളുണ്ടാവും. ഡെക്കാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മരത്തെ പണിയെടുക്കണം, വല പിടിക്കണം കാര്യങ്ങളൊക്കെ. ഡെക്കാൻസിൽ തന്നെ ഇഷ്ടംപോലെ പേര് വലപ്പണി അറിയണവരുണ്ടാവും. അതായത് വലക്ക് എന്തെങ്കിലുമൊക്കെ കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ കടലിൽ പല ഉടക്കുകളും കാര്യങ്ങളും ഉണ്ടാവില്ല, അതുമ്മയൊക്കെ കൊണ്ട് വല കീറിപ്പോയി കഴിഞ്ഞ് നമ്മുടെ വലിച്ചെടുക്കാൻ നേരത്ത് മീനുകളൊക്കെ ആ തുളയിലൂടെ രക്ഷപ്പെട്ട് പോയിക്കളയും. ഉടക്കുള്ള ഭാഗം വല കയറി വരുമ്പോൾ മാറ്റി മാറ്റി വെച്ച് അപ്പം തന്നെ തുന്നി റെഡിയാക്കിയിട്ടോട്ടെ നമ്മുടെ ചേട്ടന്മാർ. പണികളെല്ലാം കഴിഞ്ഞ് ഉച്ചയൂണ് കഴിക്കണത് കുറച്ച് വൈകിയാണ്ട. ഇന്ന് കറക്കെടുത്തേക്കണമെങ്കിൽ നല്ല കിടിൽ അയിലക്കുട്ടന്മാരുണ്ട്. അത് നമ്മുടെ മുന്നത്തെ വലയിൽ കിട്ടിയാണ്, ഫ്രഷ് സാധനം. അയിലയും അതുപോലെ തന്നെ രസമുണ്ട് നമുക്കിന്ന് കഴിക്കാനായിട്ട്. രാത്രിയിലത്തേക്കുള്ള കുറച്ച് ചൂരയെ നമ്മൾ എടുത്തിട്ടുണ്ട്, അതും വെട്ടി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ സ്റ്റോർ റൂമിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ നമുക്ക് അത്രയും പണി കുറവാണല്ലോ. അങ്ങനെ മീനും സംഭവങ്ങളെല്ലാം നമ്മൾ നേരെ കിച്ചണിലേക്ക് കയറ്റിയിട്ടാണ്. കിച്ചണിലേക്ക് കയറ്റിയിട്ട് നേരെ മസാല പിടിപ്പിക്കലാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ ഫിഷ് മസാല, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയിട്ട് വറുത്തെടുക്കുക. സോ സിമ്പിൾ. അപ്പോൾ വേറെ അധികം മസാലകളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. നേരെ അടുപ്പത്തിച്ച് അതിൻ്റെ മുകളിലേക്ക് ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച്, എണ്ണ മീൻസ് ഓയിൽ ഒഴിച്ച് അതിലേക്ക് മസാലയിൽ കുളിപ്പിച്ചെടുത്തിയാണ് നമ്മുടെ അയിലക്കുട്ടന്മാരെ നേരെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ അയിലത്തല അളിയനും കൊടുക്കരുതെന്നാണ് പറയുന്നത്. കാരണം അയിലയുടെ തലക്ക് അത്രയും ടേസ്റ്റാണ്. എന്തെല്ലാം വർത്താനങ്ങളാണല്ലോ ഓരോ ആളുകൾ പറഞ്ഞേക്കുന്നത്. എന്തായാലും സംഭവം ഉള്ളത് തന്നെയാണ്. അയിലത്തലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒന്നാണ്. അപ്പോൾ എത്ര പേർക്ക് അയിലയുടെ തല ഇഷ്ടമാണെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറം തന്നെ വേറെ ബോട്ടും വലിച്ചുകൊണ്ടുണ്ട്. അങ്ങനത്തെ ചോറ്, അതുപോലെ തന്നെ കുറച്ച് രസം, പിന്നെ നമ്മുടെ മീൻ വറുത്ത്, ഇതെല്ലാം എടുത്തിട്ട് നമ്മളിതേ ഭക്ഷണം കഴിക്കാനായിട്ട് പോകണേണ്ട. വല എടുത്തിട്ടില്ല, നമ്മൾ വീണ്ടും വലിച്ചുകൊണ്ടിരിക്കേണ്ട. 7 മണി 7:30 ആകുമ്പോഴേക്കും വല പിടിക്കുള്ളൂ എന്നാണ് സ്രാങ്ക് പറഞ്ഞത്. ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്താൽ പിന്നെ ഉള്ള വലപ്പണിയെല്ലാം ചെയ്ത് തീർക്കോട്ടെ. അത് കാണുമ്പോൾ നിങ്ങൾ കരയണമെന്ന് വിചാരിക്കരുത്. ബോട്ടുകൾ ഇതുപോലെ വലിച്ചുകൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിലുള്ള റോളിങ് വീണ്ടും വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കാറ്റും തുടങ്ങിയിട്ടുണ്ട്. മഴ വരാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഗിയർ തട്ടിയിട്ട് നമ്മളിത് ബീഞ്ചിൽ റോപ്പ് എടുക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ മീനാണുള്ളതെന്ന് നമുക്ക് വല കയറി വരുമ്പോൾ കാണാണ്ട. ഇത്ര നേരം മഴ പെയ്തില്ല കേട്ടോ. കറക്റ്റ് ആ വല പിടിക്കുന്ന ടൈമായപ്പോൾ മഴ വീണ് എണീക്കാണ്. പക്ഷേ മഴ വീണെന്നും പറഞ്ഞാൽ നമുക്ക് ഓടി മാറിയിക്കാനൊന്നും പറ്റില്ല. കോട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോട്ടായിട്ടിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ആ മഴയത്ത് നമ്മൾ നിൽക്കണം വല പിടിക്കുന്ന സമയത്ത്. അങ്ങനെയുണ്ട് ബോട്ടിലെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിപ്പോൾ എന്താണെങ്കിലും, കാറ്റാണെങ്കിലും കോളാണെങ്കിലും വല ഇട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വല പിടിച്ച് കയറ്റിയേ പറ്റൂ. അങ്ങനെ നമ്മുടെ കോടൻ്റെ കയറി തന്നെ ഒരു കാഴ്ച ഉണ്ടെങ്കിൽ പാമ്പ് പോലത്തെ ഒരു മീൻ കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒന്നുമല്ല കേട്ടോ, അത് ആരൽ എന്ന് പറയുന്ന മീനാണത്. ശരിക്കും പാമ്പാണെന്നേ പലരും ചിന്തിക്കുള്ളൂ. ഇത് കണ്ട ദേ വീണ് ചരക്കുട്ടി വീണ് കണ്ട പെടക്കണ പെടക്കലോക്കിയന്മാർ ഇഷ്ടംപോലെ ആരലുണ്ട് കേട്ടോ. ആരല്, പായൻ, അങ്ങനെ പല പല പേരുണ്ട് കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ പറയണ പേരൊന്ന് കമൻറ്റ് ചെയ്യണം. പട്ടി കടിക്കണ പോലെ ഇവർ കടിക്കോട്ടോ. പായെന്നൊക്കെ പറയണണ്ട. ഇതിങ്ങനെ പെട്ടച്ച് നല്ല സ്പീഡിലായിരിക്കും ഇവർ പോകണേ കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ വിൽക്കാനായിട്ട് ഉപയോഗിക്കും, അതുപോലെ തന്നെ കഴിക്കാനായിട്ടും ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കും കേട്ടോ. അങ്ങനെ അതായത് നമുക്ക് കിട്ടിയ മീനുകളെല്ലാം നേരെ ബോക്സിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടെങ്കിൽ ആരലിനെ കൈകാര്യം ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം. വേറെ ഒന്നുമല്ല, ചത്തിട്ടില്ലെങ്കിൽ നമുക്ക് കടി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പം നോക്കിയും കണ്ടും പിടിക്കണം. അത് മാത്രമല്ല ഭയങ്കര വഴുവഴുപ്പായിരിക്കുള്ളൂ ഇതിൻ്റെ ശരീരത്തിൽ, നമുക്ക് പിടിച്ചാൽ കിട്ടില്ല. അപ്പോൾ അതെ ഒരു പാമ്പാട് കിടക്കുന്നുണ്ട്. അങ്ങനെ കിട്ടിയ മീനുകളെല്ലാം നേരെ ഒരു ബോക്സിലാക്കിയിട്ട് നമ്മൾ കഴുകിക്കൊണ്ടിരിക്കണേണ്ടി കാണുന്നത്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ നേരെ സ്റ്റോർ റൂമിലേക്ക് ഇറങ്ങുന്നത്. കഴുകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കടൽ വെള്ളത്തിൽ തന്നെ, ഉപ്പ് വെള്ളത്തിൽ തന്നെ, നമ്മുടെ വാട്ടർ പമ്പിലൂടെ തന്നെ വെള്ളത്തിലാണ് നമ്മൾ കഴുകുന്നത്. അങ്ങനെ അതെ മുകളിൽ നിന്ന് നേരെ സ്റ്റോർ റൂമിലേക്ക് ഓരോ ബോക്സ് ഇങ്ങനെ ഇറക്കി കൊടുക്കട്ടെ. ബോട്ടിൻ്റെ ഉള്ളിലുള്ള സ്റ്റോർ റൂമിൽ നേരെ സ്റ്റോർ ചെയ്യാൻ പോകുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്നത്. ഇഷ്ടം പോലെ കള്ളികൾ നമ്മുടെ ഈ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലുണ്ടാകും. എന്താ പറയുക, അല്ലെങ്കിൽ ഓരോ റോ പോലെ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇതിനകത്താണ് നമ്മൾ ഓരോരോ മീനായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണം. എല്ലാം കൂടി ഒരുമിച്ചല്ല ചെയ്യണത്. ഇപ്പോൾ കിളിമീൻ ഒരു കള്ളിയിൽ, അതുപോലെ അയിലൊരു കള്ളിയിൽ. നമുക്ക് കിട്ടിയ മീനുകളെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഒരു കള്ളിയിലായിട്ടാണ് നമ്മൾ സ്റ്റോർ ചെയ്യണത്. പിന്നെ അയില ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ചെയ്യൂല, നമ്മൾ പകരം ബോക്സിനകത്ത് വെള്ളമൊഴിച്ച് ഐസ് ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വെക്കുള്ളൂ. കാരണം ഉടഞ്ഞു പോവാതിരിക്കാനും അതുപോലെ ഒരു ക്വാളിറ്റി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടാണ് നമ്മൾ ബോക്സിനകത്ത് വെള്ളമൊഴിച്ചിട്ട് ഐസ് ഇട്ടിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്യണത്. ബാക്കിയുള്ള മീനുകളെല്ലാം നേരെ നമ്മൾ സ്റ്റോർ റൂമിൽ ഐസ് ഇടുകയാണ് ചെയ്യണത്. അപ്പോൾ
അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മീനിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും ക്വാളിറ്റി എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. അവസാനം പിടിച്ച വലയിൽ ചരക്കുറവായതിൻ്റെ വില നമ്മൾ നേരെ ആങ്കർ ഇടാനായിട്ട് പോകണ്ട. തൊട്ട് മുന്നിൽ തന്നെ കാണുന്ന കരയല്ല, പകരം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോട്ടുകളാണ് ആ കാണുന്നത് കേട്ടോ. ഓക്കെ.